നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ പഠന രീതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ രക്ഷിതാക്കളോട് പങ്കുവെക്കാനാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു ഏറ്റവും വലിയ ആശ്രയമായിട്ട് മാറിയിട്ടുണ്ട് ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ. ഓൺലൈൻ ലേണിംഗ് ആപ്പുകളെ കുറിച്ച് പരാതികളോ പരിഭവങ്ങളോ പറയാനല്ല, പക്ഷെ അതിനെ കുട്ടികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെറിയ ആശങ്കകൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, ക്ലാസ്സിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ക്ലാസ്സിൽ നിന്ന് നോട്ടുകൾ എഴുതിയെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊക്കെ വീഡിയോ ആയും റെക്കോർഡിങ്സ് ആയും ഞങ്ങൾക്ക് ഓൺലൈൻ ആപ്പുകൾ തരുന്നുണ്ട്, നോട്ടുകൾ PDF ആയിട്ടും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ആലോചിക്കുമ്പോൾ എന്ത് സുഖമുള്ള കാര്യം, കുട്ടികൾക്ക് പണിയൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളിൽ അതിനുശേഷം ക്രമേണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. ആവശ്യത്തിലധികമായി ഈ ഒരു ഡിപ്പെൻഡൻസി കാരണം നമ്മുടെ മക്കളിൽ പലർക്കും പരീക്ഷകൾക്കുള്ള വലിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ക്ഷമയോടുകൂടി എഴുതി തീർക്കാനുള്ള മനോഭാവം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ക്ലാസ്സിലേക്ക് വേണ്ടത്ര ശ്രദ്ധയോടുകൂടി കുട്ടികൾ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ പഠനത്തിൻ്റെ ആദ്യ ഭാഗം കഴിയുന്നത് ക്ലാസ് മുറികളിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു ശ്രദ്ധ കുട്ടികൾക്കില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഓൺലൈൻ ആപ്പുകൾ പരീക്ഷകൾക്ക് മുൻപായി ഒരുക്കുന്ന നീണ്ട ലെക്ചർ ഹവർ ക്ലാസ്സുകൾ കേട്ട് നമ്മുടെ കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത്. ഇതേ ഒരു ശീലം കുട്ടികൾ തുടർന്നു പോകുന്നത് വഴി അവർക്ക് നഷ്ടമാവുന്നത് ഡെയിലി ലേണിംഗ് ഹാബിറ്റ് എന്നാണ്. ശാസ്ത്രീയമായി പറയുന്നത്, ഒരു അധ്യാപകനോ അധ്യാപികയോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കുട്ടി സസൂക്ഷ്മം കേൾക്കുകയും പകുതിയോളം അറിവുകൾ അവിടുന്ന് കുട്ടി സ്വായത്തമാക്കുകയും ചെയ്യുന്നു. വീട്ടിൽ വന്ന് തൻ്റെ പാഠപുസ്തകങ്ങളും അധ്യാപകൻ തന്ന നോട്ടുകളും നോക്കി അതിനെ വീണ്ടും ഒന്ന് പുനഃവായനയ്ക്ക് വിധേയമാക്കുന്നു. വീണ്ടും സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു കുട്ടി ഓൺലൈൻ ആപ്പുകളെയോ അല്ലെങ്കിൽ ഒരു ഫൈൻ കറക്ഷന് വേണ്ടിയോ താൻ ലീവായ ദിവസത്തെ പാഠഭാഗങ്ങൾ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയോ ആണ് ഓൺലൈൻ ആപ്പുകളെ ആശ്രയിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ലാത്ത കാര്യമാണ്. പക്ഷെ മിക്ക കുട്ടികളിലും ഞാൻ ആദ്യം സംസാരിച്ച ഭൂരിഭാഗം കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ പരിപൂർണമായി ആപ്പുകളെ മാത്രം ആശ്രയിക്കുന്ന രീതി അഭികാമ്യമല്ലെന്ന് പറയട്ടെ. കാരണം വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്കും ഈ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ നേടിയെടുക്കുന്ന നിത്യേനയുള്ള പഠനശീലമാണ് അവിടെ നമുക്ക് സഹായകരമാവുന്നത്. പക്ഷെ ഇന്ന് കണ്ടുവരുന്ന പല കുട്ടികളും ഇത്തരം ആപ്പുകളെ ഉപയോഗിച്ച് ശീലിച്ച് മുന്നോട്ട് പോകുന്ന വഴി വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഇത്തരം ആപ്പുകളുടെ ലഭ്യത ഇല്ലാതെ വരുമ്പോൾ പഠനം വളരെ പ്രയാസത്തോടു കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് നിത്യേന ഒരു പഠനശീലം ഉണ്ടാവണം. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആവശ്യമായ ഭാഗങ്ങൾക്ക് മാത്രം ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശാസ്ത്രീയമായി ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. അതിന് കുട്ടികളെ പ്രാപ്തരാക്കുക. താങ്ക് യു.